ഈ ചിത്രത്തിന്റെ സംവിധായകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്നത് ഒരു വലിയ സംഘടിതമായ ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിന് കുടപിടിക്കുന്നവർ യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധരാണ്. അദ്ദേഹം ഒരു ഡോക്യുമെന്ററി സംവിധായകൻ കൂടിയാണ്. വസ്തുതകളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം നിരന്തരമായി ഈ വർഷങ്ങളിലുടനീളം നടത്തിയ റിസർച്ചിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഈ ഫെബ്രുവരി 27-ന് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ പെൺകുട്ടികളെ വലവേശിപ്പിടിച്ച് ഇസ്ലാമിക രാജ്യത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയാണ് ഇത്തരത്തിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്, ഇങ്ങനെ മതപരിവർത്തനം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു അപകടത്തെ നമ്മുടെ ആളുകൾ തിരിച്ചറിയുന്നില്ല? യഥാർത്ഥത്തില് ഈ തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മൊത്തം സമുദായം അതിന് കുറ്റവാളികളാണ് എന്നൊന്നും കരുതേണ്ടതില്ല. പക്ഷേ സമുദായത്തിലെ ചില ആളുകൾ തീവ്ര മത ചിന്തയോട് കൂടിയിട്ട് ഈ ഒരു അജണ്ട നടപ്പാക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുമ്പോൾ അവരെ തള്ളിപ്പറയുകയാണ് വേണ്ടത്. മറിച്ച് ഇതില്ല എന്ന് പറയുകയല്ല വേണ്ടത്. അവര് ഇസ്ലാമിന്റെ ഭാഗമല്ല, അവരെ നമുക്ക് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ തള്ളി പറഞ്ഞ പ്രശ്നം തീരും അവിടെ. മറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആർഷവിദ്യാ സമാജത്തിലെ ഒരു കുട്ടി അനക്ക ഇവിടെ ഇരിപ്പുണ്ട്. ആർഷവിദ്യാ സമാജത്തില് ഒരു 10-30ഓളം കുട്ടികൾ ഈ ഒരു വേദനയിലൂടെ കടന്നു വന്ന കുട്ടികളാണ് ജലീൽ. ആ കുട്ടികൾക്ക് ഇതേപോലെ പ്രണയത്തിന്റെ അടിസ്ഥാനത്തിലാകാം, അല്ലെങ്കിൽ പഠിക്കുന്ന ക്ലാസ്സിൽ വെച്ചുണ്ടായതാവാം, തെറ്റിദ്ധരിപ്പിച്ചാവാം, ഈ പ്രലോഭിപ്പിച്ചാവാം, ഇങ്ങനെയുള്ള പല രീതിയിലും മതം മാറ്റാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനം. ഇവിടെ വിവാഹത്തെ, മിക്സഡ് വിവാഹത്തെ, മിശ്ര വിവാഹത്തെ ആരാണ് എതിർക്കുന്നത്? മിശ്ര വിവാഹത്തെ അല്ല നടക്കുന്നത്. മിശ്ര വിവാഹം അല്ല നടക്കുന്നത്. മതം, അതായത് പ്രണയത്തിന്റെ ഉപാധിയായിട്ട് മതം മാറ്റം എന്നുള്ളത് ഒരു ഘടകമാക്കി വരികയാണ് ഇവിടെ. അപ്പൊ ഇത്തരം സംഭവങ്ങള് കേരളത്തിന് പുറത്തു നടക്കുന്നു. ഈ സിനിമ എന്താണ് പറയുന്നതെന്ന് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിനെ തള്ളി പറയുന്നതിന് പകരം ഇതിനെ ന്യായീകരിക്കുന്നിടത്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനെ ന്യായീകരിക്കാതിരിക്കൂ. ഇത് ഒരു ഇസ്ലാം മതത്തിലെ ഒരു തീവ്ര വിഭാഗം നടത്തുന്നതാണ്, ഇതിന് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും. അതോടെ തീർന്നു. അതിന് പകരം ഇങ്ങനെ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരു കാരണവശാലും അതില്ലെന്ന് സ്ഥാപിക്കാനാവില്ല. കാരണം അത് കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ അച്ഛനും അമ്മയും നിങ്ങൾ ഈ ഇല്ല എന്ന് സമർത്ഥിക്കുമ്പോൾ ഇതിന് ഇരകളാക്കപ്പെട്ട കുടുംബത്തിലെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് നേരെ 1000 വട്ടം ശാപം നടത്തിക്കൊണ്ടിരിക്കുക. അവർ ശാപവചനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളത് മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ജലീല് ഇവിടെ പറഞ്ഞ ന്യായങ്ങള് എന്ന് പറഞ്ഞില്ലേ, അതായത് ചില പണ്ഡിതന്മാര് അവര് ഇസ്ലാം അല്ല, അത് അങ്ങനെ തുറന്നു പറഞ്ഞാൽ മതി. അത് ഈ പറയുന്ന അതെ, ഇത്തരത്തിലുള്ള ശക്തികളെ ഒന്ന് സമൂഹം ഒറ്റപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. പക്ഷേ ഒറ്റപ്പെടുത്താൻ ആര് തയ്യാറാകും എന്നതാണ് ചോദ്യം.